എല്ലാവർക്കും INQUISITIVE മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കമൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Realme 7 ആണ്. ഈ ആഴ്ചയിലെ റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോണാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. Realme 7ൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ മുന്നേ തന്നെ നമുക്ക് സല്ലൂബായുടെ ചിത്രം കാണാം. വലിയ പോസ്റ്റർ കണക്കിന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ സല്ലൂബായുടെ ഒരു സൈനും കൂടിയുണ്ട്. ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്, എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സാധാരണ റിയൽമി പെട്ടികളെ പോലെ അത്ര അട്രാക്ഷനും മറ്റു കാര്യങ്ങളൊന്നും ഇതിനില്ല. സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷെയ്ഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തത്. പക്ഷെ എന്നാലും സല്ലൂബായുടെ ചിത്രം ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. എൻ്റെ മാത്രം കാര്യമാണ് കേട്ടോ. ഇനി നിങ്ങളുടെ എന്താണെന്നുള്ള എനിക്കറിയില്ല. ഇനി 4 പോയിൻറ്റ്സ് ബേക്കിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ട് എന്നും പോലെ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സോണിയുടെ 64 MBയുടെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. ഹീലിയോ G95 ഗെയിമിംഗ് പ്രോസസ്സർ, 30 വാട്ട് ഡാറ്റ് ചാർജ് സപ്പോർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്, 5000 mAh ബാറ്ററി, 90 ഹെഡ്സിൻ്റെ അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേയും കൂടിയുണ്ട്. അപ്പം നമുക്ക് 2 ഹെഡ്സിൽ ഡിസ്പ്ലേ ഫീൽ ചെയ്യാൻ പറ്റും, 60 ഹെഡ്സിലും 90 ഹെഡ്സിലും. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് TPU കേസും അതേപോലെ സിം ഇജക്ടർ പിന്നും കാണാം. TPU കേസ് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്, പ്യുവർ എന്താ പറയുക ട്രാൻസ്പാരൻറ്റ് വൈറ്റ് അല്ല, ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫോണിലേക്ക് വരാം. ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 വേരിയൻ്റ് ആണ്. അതായത് കളറിൻ്റെ വേരിയൻ്റ് ആണെങ്കിൽ കളർ വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് 2 വേരിയൻ്റ് കാണാം. അതേപോലെ റാം വേരിയൻസും 2 വേരിയൻ്റ് കാണാം. മിസ്റ്റ് ബ്ലൂവും മിസ്റ്റ് വൈറ്റും ആണ് കളർ വേരിയൻ്റ്. നമ്മളെടുത്തിരിക്കുന്നത് മിസ്റ്റ് ബ്ലൂ ആണ്. അതേപോലെ 6GB 64GBയും 8GB 128GB ആണ് വേരിയൻസ്. വേറൊരു വേരിയൻസ് റാമിൻ്റെയും റോമിൻ്റെയും വേരിയൻസ്. അതിൽ 6GB 64-ന് 14,999 രൂപയും 8GB 128-ന് 16,999 രൂപയാണ് വില. ചാർജറിലേക്ക് വരാം. 30 വാട്ട് ഡാറ്റ് ചാർജ് സപ്പോർട്ട്. അപ്പം കുറച്ച് ഹെവി അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ചാർജിങ് കേബിളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ C ടൈപ്പ് കേബിളാണ്. C ടൈപ്പ് കേബിളിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ കളർ കാണാം, അത് ഡിസൈൻ തന്നെയാണ്, ഇതിൻ്റെ ഡിസൈനാണ്. റിയൽമി 7ൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് താഴെ തന്നെയാണ് നമുക്ക് 3.5mm ജാക്ക്, അതേപോലെ C ടൈപ്പ് ചാർജിങ് പോർട്ട്, സ്പീക്കർ കാണാൻ കഴിയുക. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. മേലെ ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം ബട്ടൺസ്, അതേപോലെ സിം ട്രേ കാണാം. സിം ട്രേ ഹൈബ്രിഡ് സിം സ്ലോട്ടല്ല, നമുക്ക് ഒരു മെമ്മറി കാർഡും 2 നാനോ സിമ്മും ഇടാൻ കഴിയുന്ന സ്ലോട്ടാണ്. സ്റ്റോറേജ് തീരുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി ക്യാമറ ഞാൻ പറഞ്ഞു കുറച്ച് ബമ്പായിട്ടാണ് നിൽക്കുന്നത്, പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം എന്തായിട്ടും TPU കേസല്ലേ വേറൊരു കേസ് യൂസ് ചെയ്യണം. മിറർ ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 2 ഷെയ്ഡ് കണ്ടോ. അതേപോലെ നമ്മൾ പ്രകാശത്തെ നല്ലൊരു ഷെയ്ഡിങ് ക്വാളിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് റിയൽമി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ ഇതാണ്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ തൊടുമ്പം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ഡിസ്പ്ലേയുടെ കാര്യം അതേപോലെ സൗണ്ടിൻ്റെ കാര്യത്തിലും പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞല്ലോ 90 ഹെഡ്സ് ഉള്ള അൾട്രാ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ 6.5 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്, LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സൗണ്ടിൻ്റെ കാര്യം വരികയാണെങ്കിൽ സൗണ്ട് എൻഹാൻസ്മെൻറ്റ് ഡിറാക് സൗണ്ട് എഫക്റ്റ് ആണ്. MT6359 ഓഡിയോ ഡീകോഡിംഗ് ചിപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സൗണ്ട് ക്വാളിറ്റി വളരെ ബെറ്റർ തന്നെയാണ്. PUBG മറ്റും കളിക്കുന്ന നേരം മേലെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ സൗണ്ട് നമുക്കറിയാൻ കഴിയും. 2400 അല്ലെങ്കിൽ *1080p പിക്സൽസ് ആണ് റെസൊല്യൂഷൻ വന്നിരിക്കുന്നത്. 16.7 മില്യൺ ഡിസ്പ്ലേ കളേഴ്സ് ഇതിൽ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് റിയൽമി 7 അവകാശപ്പെട്ടിരിക്കുന്നത്. അതേപോലെ ഗൊറില്ല ഗ്ലാസ് 2.5D ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ 1x 2x 5x അതുവരെ നമുക്കിതിൽ സൂം ചെയ്യാൻ പറ്റും. 64 MBയുടെ മെയിൻ ക്യാമറ, അതേപോലെ 8 MBയുടെ 119 ഡിഗ്രി വൈഡ് ആംഗിൾ, 119 ഡിഗ്രിയിൽ നമുക്ക് വൈഡ് ആംഗിൾ എടുക്കാൻ പറ്റും. 2 MBയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രൈറ്റ് ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. 2 MBയുടെ 4 cm മാക്രോ ലെൻസാണ്. 4 cm എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പം ഒബ്ജക്റ്റിൽ നിന്ന് നമ്മളിപ്പം 4 cm അകലെയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടുമെന്നാണ് ഇവർ പറയുന്നുണ്ട്. ഇനി വീഡിയോയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ 16 MBയുടെ സ്ലോ മോഷൻ 1080p at 120 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. റിയർ ക്യാമറയിൽ 4K സപ്പോർട്ട് ഉണ്ട് at 30 FPS ആണ്. 1080pയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 30 and 60 FPS ആണ് വരുന്നത്. പിന്നെ 720pയിൽ 30 and 60. ബ്ലറിങ് അഡ്ജസ്റ്റബിൾ ഉണ്ട്, സൂപ്പർ നൈറ്റ് സ്കേപ്പ് ഉണ്ട്,
ഫ്രണ്ട് ഷോട്ട് ഫ്ലിപ്പ്, ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി, ഫ്രണ്ട് പനോരമയുണ്ട്, ബ്ലറിങ് അഡ്ജസ്റ്റബിൾ ഉണ്ട്. അങ്ങനെ കുറേ എന്താ പറയുക, ഒരു പ്രോ മോഡായിട്ടുള്ള നമുക്ക് എടുക്കാൻ കഴിയാവുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ് റിയൽമി 7 കൊടുത്തിരിക്കുന്നത്. അതേപോലെ വേറൊരു സെറ്റപ്പും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ നൈറ്റ് സ്കേപ്പ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു ക്യാമറ സെറ്റപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്നത്തെയും പോലെ പബ്ജി ടെസ്റ്റാണ് നടത്തിയിരിക്കുന്നത്. പബ്ജി ബാനായെങ്കിലും നമുക്ക് ഗ്ലോബൽ വേർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗ്ലോബൽ സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പം ബാനും മറ്റൊന്നും കിട്ടൂല എന്ന് തന്നെ വിചാരിക്കാം. ഇനി സ്മൂത്ത് അൾട്രാ സ്ക്രീനിൽ കാണാം. HD+ വരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. HD ഹൈയിൽ വരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. HDR, അൾട്രാ HDR, UHDയിലൊന്നും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. പബ്ജി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗെയിമിങ് ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രെയിം ഡ്രോപ്പ് അനുഭവപ്പെടുന്നുണ്ട്, കാര്യമായിട്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹീറ്റിംഗ് അധികമൊന്നുമില്ല. കളിക്കുമ്പം വളരെ ചീപ്പായിട്ടുള്ള ഹീറ്റിംഗ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതായത് സാധാരണ നോർമൽ നമ്മളിപ്പം നല്ലൊരു ഹീറ്റിംഗ് നമുക്ക് എന്തായിട്ടും അനുഭവപ്പെടും. പക്ഷേ ഇതിൽ അത്രയില്ല. കാരണം ഇതിൽ കാർബൺ ഫിൽട്ടർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഹീറ്റ് ഡിസെപ്ഷൻ ടെക്നോളജി ഇവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒക്ടാ കോർ പ്രോസസ്സറാണ്. 2.05 GHz പ്രൈമറി പ്രോസസ്സർ, അതേപോലെ 2.2 GHz സെക്കൻഡറി പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി റിയൽമി 7 ചാർജിങ്ങിലേക്ക് വരികയാണെങ്കിൽ ടോട്ടൽ ചാർജിങ് ടൈം, അതായത് 0 തൊട്ട് 100% വരെയുള്ള ചാർജിങ് ടൈം ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തിയത് 1 മണിക്കൂറും അതേപോലെ 2 മിനിറ്റുമാണ് ചാർജിങ് ടൈം ഇതിൽ റിയൽമി 7 കിട്ടിയിരിക്കുന്നത്. ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. UI വേർഷൻ 1.0 ആണ്, ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഈ UI നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡായിട്ട് ഒരു ചെറിയൊരു താരതമ്യമുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ എനിക്ക് തോന്നി. ഗ്രാഫിക്സ് PPI പിക്സൽസ് പെർ ഇഞ്ച് നോക്കുകയാണെങ്കിൽ 405 PPI ഉണ്ട്. ഫിൽട്ടർ കൂളിംഗ് സിസ്റ്റം പറഞ്ഞു. ഇനി വിഡ്ത്ത് എന്ന് പറയുന്നത് 75.4 മില്ലിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 162.3 മില്ലിമീറ്ററും ഡെപ്ത്ത് എന്ന് പറയുന്നത് 9.4 മില്ലിമീറ്ററും വെയിറ്റ് 196.5 ഗ്രാമാണുള്ളത്. 5000 mAh ബാറ്ററി ഉണ്ടായിട്ടും 196.5 ഗ്രാമാണ്. നമുക്ക് കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ഉണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുമായിരുന്നു. ഇപ്പം ജസ്റ്റ് ഫ്ലിക്കറിങ് അതേപോലെ ബ്ലിങ്കിങ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറിറ്റേറ്റിംഗ് ബഗ്സ് ഉണ്ട് ഇതിൽ. ഇൻബിൽട്ട് കോൾ റെക്കോർഡറാണ് ഇതിലുള്ളത്. അപ്പം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ക്യാമറ ഔട്ട്പുട്ട് കുറച്ചും കൂടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴിയോ അല്ലെങ്കിൽ അതുവഴി എങ്ങനെയെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ അതും കൂടി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ ഒഴിവാക്കിയാൽ ഈ സെഗ്മെൻറ്റിൽ മികച്ച ഫോൺ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അതേപോലെ ഗിവ് അവേ ഉണ്ട്, നമ്മൾ അത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അപ്പോൾ അതും ചെയ്യുക. അതുവരെ ഇറ്റ്സ് മീ കമൽ സൈനിങ് ഓഫ്.